പ്രൈസ്തലോട്. ഞാൻ അങ്കമാലി സോണിൽ നിന്നുള്ളതാണ്. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന സെൻട്രൽ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ബ്രദറുടെ ക്ലാസ് ആദ്യ മുതൽ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഞാൻ വിവിധ ധ്യാനകേന്ദ്രങ്ങളിൽ വിവിധ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ബ്രദറുടെ വിശ്വാസ തലത്തിൽ തുടങ്ങിയുള്ള ക്ലാസ് എല്ലാം ഒരു പുതിയ ബോധ്യത്തിൽ നയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ മോശയുടെ നിയമമനുസരിച്ച് അവർ ചെയ്യാൻ പോയത് ഒരു തെറ്റല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവർ ചെയ്യാൻ പോയ വലിയൊരു കൊലപാതകത്തെ യേശു തൻ്റെ വചനം അയച്ച് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഇടവന്നു. സാധാരണ രീതിയിൽ അറിയാതെയാണ് അവരെ അത് സ്പർശിച്ചത്. യേശുവിൻ്റെ വചനം നമുക്കറിയാം, അത് ഊർജ്ജസ്വലമാണ്, സജീവമാണ്, 24 നാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ആത്മാവിലും സന്ധിയ ബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയകാര്യങ്ങൾ വിവേചിക്കുന്നതാണ്. അത് അവരെ അറിയാതെ തന്നെ ആ വചനം സ്പർശിച്ച് അവരുടെ കണ്ണുകൾ താഴെ വീണെന്നുള്ള ഈ അറിവൊക്കെ പുതുതായിട്ട് ഒരു ബോധ്യത്തിലേക്ക് കിട്ടിയതായിട്ട് ഞാൻ കേട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ബ്രദറുടെ ക്ലാസ് കഴിഞ്ഞ സെമിനാറിന് ഏകദിന സെമിനാറിനെ സംബന്ധിച്ച് അല്ലാതെ ബ്രദറുടെ ക്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ശുശ്രൂഷകരോട് പറഞ്ഞിരുന്നു ഞാൻ ജ്ഞാനത്തെ സംബന്ധിക്കുക, എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അവരതിനെ സംബന്ധിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ വളരെ താല്പര്യത്തോടെയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്.